ഞാൻ അതുകൊണ്ട് നമുക്ക് ആരെ പേടിയൊന്നുമില്ല. അവന്മാർ വന്നാൽ നമുക്കൂടെ പണി കിട്ടും കേട്ടോ. വിളിച്ചു പറയുന്നു വണ്ടിന്ന് വെളിയിറങ്ങി തല കാണിക്കല്ലേ. നമ്മുടെ മുഖം കണ്ട ആനയ്ക്ക് വരണ്ടോ. ഈ ബൈക്കും കൂടെ ചെറുക്കന്മാർ ആരെ വിളിച്ചു വരുത്തിയത്? ഞാൻ അതാ പറഞ്ഞത്. ആരോ വന്നാൽ ഇപ്പം നമ്മളെല്ലാം ബൈക്ക് ഒരു കാരണവശാലും കൊണ്ട് വരത്തി കയറാൻ പാടില്ല. കർശനമായ നിയമമുള്ളതാണ്. ആന നിൽക്കുന്നൊരു വാക്കിട്ട് വീതിക്കും കേട്ടോ. നമുക്ക് മുന്നോട്ട് അവരോ അവന്മാരൊക്കെ ഞാൻ ചവിട്ടി നമുക്ക് കുഴപ്പമില്ല വെയിറ്റ് ചെയ്താൽ ആനയുടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങായിരുന്നു. നേരെ കാണുന്ന സ്റ്റൈലാണ് മോഴി കേട്ടോ. മോഴയാണ് കേട്ടോ. ആണാനെ അത് പെണ്ണല്ല. അത് മാറുമോ? ആന മാറത്തിന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഞാൻ ചിലപ്പോൾ നമ്മൾ പുറപ്പെട്ടെടുക്കുമ്പോഴേ അങ്ങനെ ആകുമ്പോൾ ആനയ്ക്ക് പേടി അങ്ങ് മാറും വണ്ടി എടുത്ത്. പിന്നെ ആന വണ്ടിയുടെ കാര്യം കൂടി വരും നമ്മൾ പുറപ്പെട്ടു പോകുകയാണെങ്കിൽ. ഇത് അംഗൻവാടിയായിരുന്നു. ഇല്ല അങ്ങ് അതുകൊണ്ട് അതാമ അടക്കി വെക്കുന്നത് പള്ളി. അതുകൊണ്ട് ആള് പേടി കാണുന്നത്. അവന്മാർ വരുമ്പോൾ പറ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ. നമ്മൾ എടുത്തുകൊണ്ട് റിലീസില്ലേ ആനയുടെ ആന വന്ന തിരിഞ്ഞു മറി നോക്കാതെ ഓടിക്കണം. അതുകൊണ്ട് അച്ഛാ ഇറങ്ങട്ടച്ചാ. ആന നിൽക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആനയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പൊ അവന്മാർ വന്നാൽ നമ്മുടെ കീഴ് ഒന്ന് കയറിക്കൊള്ളുമല്ലോ. ജീപ്പല്ലേ ഇപ്പൊ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ല. അതൊരു നമുക്ക് ആന കണ്ടോണ്ടിരിക്കാം. അപ്പോൾ അവന്മാർക്ക് അറിയത്തില്ല. അവന്മാരെന്താ കൂടെ ഇരിക്കണ്ടേ. അവന്മാരുടെ സ്ഥലം അറിയത്തില്ല. അത് തന്നെ ഈ കൂടുതലും പറയാൻ നമുക്ക് എല്ലാവർക്കും വാഹനങ്ങളുള്ളത്. എന്നാലും വനത്തിൽ പോകുമ്പോൾ കഴിവതും ജീപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞതിന്റെ മെയിൻ കാരണം അതാ. ആനയ്ക്ക് ദൂരമേ ഇല്ല. നമ്മൾ ആനയായിട്ട് എന്ത് ദൂരം വ്യത്യാസം ഉണ്ട്? ഇവിടുന്ന് 100 മീറ്റർ ഉണ്ടോ? ഇല്ല കുഴപ്പമില്ല. അവന്മാർ നമ്മുടെ കയ്യിൽ ആന തിരിയാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തായി പോയി. ഞാൻ അങ്ങനെ വണ്ടി ഉറാശ ഇറക്കി ആന കാണിച്ച ആന വിചാരിക്കും പിന്നെ ജീവിതത്തിൽ ആന വണ്ടി എടുത്ത് മാറി തരത്തില്ല. ഭയം അങ്ങ് മാറൂല്ലേ ആനയുടെ. ഇതിപ്പോ അനങ്ങാതെ നിൽക്കുവോ? ഇപ്പൊ നമുക്ക് അത് വയലന്റ് ആവുന്ന മനസ്സൊന്നുള്ള ആനയല്ല. ആന വയലന്റ് ആവുന്ന ഇപ്പൊ ചെവിയൊക്കെ കടിച്ച് വേറെ രീതി ഇത് നമ്മളെ കണ്ടോണ്ട് കൂളായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് മോഴയാ കേട്ടോ. കൊമ്പില്ലാത്ത ആണാന. ഇതിനാ നമ്മൾ ആ സീസൺ റിസ്ക് ഒക്കെ പിടിക്കുന്നേ. ആന എവിടെ ഇരിക്കുന്ന ആർക്കറിയാം. ഒരെണ്ണമായിട്ട് എന്തെങ്കിലും കാണത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചെടുത്ത് തന്നെ ആന അങ്ങ് മാറിപ്പോട്ടെ. നമ്മുടെ മലങ്ങ് മാറിപ്പോട്ടെ. അവന്മാര് കയറാൻ പോകുന്നില്ല. അവന്മാരെനിക്ക് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെ, വളരെ ശാന്തമായി ആഹാരം കഴിക്കും. പിന്നെ അതിനെ നമ്മൾ ശല്യപ്പെടുത്തിയാലേ ഇതേണക്ക് ആനയെ കാണാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാ അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ നിന്നാൽ മതി. അതിപ്പോൾ ആന മാറിപ്പോവും. ഇനി അവന്മാരെ നമ്മൾ നോക്കി കിടക്കണ്ടേ. അവിടെ എല്ലാം ആനയുള്ളതല്ലോ ഇനി ഇങ്ങോട്ട്. എന്തോ എരണ്ടൊക്കെ പിടിച്ചാണ് കഴിക്കുന്നതാണ്. പിണ്ടം കണ്ടോ? വാലി പിണ്ടം കുരുങ്ങിയിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ ഇറങ്ങി 12 ഒരാളെ പോയാൽ മതി. പാക്കിലോട്ട് ഒരാൾ വെള്ളം ഇടാത്ത വെള്ള ഡ്രസ് ഇല്ലാത്ത ആരും പോകും. അലക്കല്ലേ നിങ്ങൾ ആ വണ്ടിക്ക് റിവേഴ്സ് എടുത്ത ഇല്ലല്ല വളവിൽ പോയി നിന്നാൽ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ആന എങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റുമോ? അല്ല ഇനി ബൈക്കിലോട്ട് ആന പിന്നെ എങ്ങോട്ട് പോയി? നമ്മള് സ്ഥിരം പയറ്റുന്ന നമ്മൾ വേറൊരു വണ്ടി നോക്കേണ്ട കാര്യം. നമ്മൾ നമ്മുടെ വണ്ടി നോക്കും. അത്രേ നമുക്ക് പറ്റും. എന്താ വെച്ചാലേ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് ആന ചിലപ്പോൾ റൂട്ടി ഇറങ്ങിയിരിക്കും. തിരിച്ചു വരുമോ? ആണോ? അനങ്ങാനൊക്കെ പോയാൽ മതി. ആന എപ്പോഴേ നമ്മളെ കണ്ട്. അപ്പൊ ആനയ്ക്ക് നമ്മൾ കുഴപ്പമില്ലാതെ നിൽക്കുക. ചെറുക്കന്മാരത്തൊന്നും പറഞ്ഞേക്കാം. ഒന്നര കരിപ്പന്മാര് വന്നെങ്കിൽ പിന്നെ ആന പെട്ടെന്ന് ആനയുടെ സ്വഭാവം മാറുമല്ലോ.
നമുക്ക് മേലോട്ട് അത് നല്ലൊരു ആണാനയാണ്. പക്ഷെ അത് എന്തോ ഒരു കുഴപ്പമുള്ളൂ തലയില്. അതിന്റെ ഒരു കുഴപ്പമില്ല. അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മണ്ണ് വാരി ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. പക്ഷെ അതിന്റെ പിണ്ടം വന്ന് വാലി കുരുങ്ങിക്കുന്നു. കണ്ടാ പ്രായമായ ആന കേട്ടോ. പിരിയം കണ്ടോ കണ്ണില്. ഒറ്റ വിളി മതി നമ്മളിവിടെ നിന്ന് അണഞ്ഞു പോകും. ശ്വാസം പിടിക്കാൻ ഒറ്റ വിളി വിളിച്ചാൽ ഞാൻ ചിന്നംവിളി. സ്റ്റാർട്ട് ചെയ്ത് ദൈവം സഹായിച്ചെങ്കിൽ ഭാഗ്യമുണ്ട് കേട്ടോ. എത്രയോ ടൂറിസ്റ്റുകൾ 10,000-20,000 മുടക്കി വന്നിട്ട് ഇവിടെ നിന്ന് ഒരു മരപ്പെട്ടി പോലും കാണാതെ പോകുന്നത്. അതിനെ കാണല്ലേന്നും പറയണ്ടായിരുന്നു. ഈ നാട്ടിൽ താമസിക്കുന്ന നിങ്ങൾ കാരണം പഴയ നമുക്ക് ഓടാൻ പറ്റില്ല. എന്തായാലും ചെറുക്ക് വെളിയിൽ നിൽക്കണ്ട. പണ്ട് കണ്ടിട്ടുണ്ടോ നേരിട്ട്? അരയ്ക്കാതിരുന്നാൽ മതി. നേരിട്ട് സംസാരമാണ് വിഷയം. ഓ, അതിന് മലയാളം അറിയത്തില്ലല്ലോ. അച്ഛനെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെ അതെ, അച്ഛനങ്ങ് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുന്നത് അഭിലാഷേ, സംസാരിക്കാൻ സൗണ്ട് വന്നാലും നമ്മുടെ സൗണ്ട് ഒരു മൃഗങ്ങൾക്ക് ഇഷ്ടമല്ല. അത് നമുക്ക് പോലും ഇഷ്ടമല്ല. നവമാരായി ഇങ്ങോട്ട് നടക്കുമോ? ആര് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നടക്കുമോ? ആ ബൈക്കിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പെട്രോളിന്റെ മണം അറിയാം. നമുക്കൊന്ന് മാറാം കേട്ടോ. നമുക്ക് മാറുമൊന്നും വേണ്ട, അങ്ങനൊന്നും പേടിക്കണ്ട. നിങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ബൈക്കും കൊണ്ടൊക്കെ വന്നാലേ ഉള്ളൂ എനിക്ക് അറിഞ്ഞൂടാത്ത. ഇപ്പം ഞാൻ ഇറങ്ങി വേണം ആളിപ്പം ജീവനും കൊണ്ട് വിടുന്നതാണോ? അതെങ്ങനെ വിരട്ടാത്ത നമ്മൾ എന്തിനാ വിരട്ടുന്നല്ലേ വെച്ചാൽ അതിനും ജീവിക്കാനുള്ളതില്ല. വിരട്ട് ചിലത് വയലൻ്റ് ആവും. അതുകൊണ്ട് പൂച്ച കഴിക്കുമോ? ആഹാരം കഴിക്കുമോ? ആന വയലൻ്റ് അല്ല. ആഹാരം കഴിക്കുന്ന ആ മൂടി നിൽക്കുമോ? എണ്ണി കുളിക്കുമോ? ഇങ്ങോട്ട് വരുമോ കേട്ടോ. വരുവാണെങ്കിൽ വണ്ടി മാറ്റിക്കണം. അപ്പോഴേ വണ്ടി മാറ്റി വീട് തീർക്കണം. വണ്ടിയുടെ മനുഷ്യൻ ഇപ്പോൾ ഇതിനെക്കാട്ടി വലിയ വിഷയം അങ്ങനെയൊക്കെ കൊണ്ടുവരും. അവിടെ പോയി തിരിച്ചു വന്നാലോ? നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടാണ്.